ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് PYQ ഡിസ്കഷൻ ആണ്. ഡേ 1 മുതൽ ഡേ 5 വരെ നമ്മൾ പഠിച്ച ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള PYQ ഡിസ്കഷന്റെ ഫൈനൽ പാർട്ടാണ് കേട്ടോ. ഇതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. PYQ കാണാത്തവര് അത് കാണണം കേട്ടോ. ഇതിപ്പോ പാർട്ട് 4 ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോസ് കാണണം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് 75/2025 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ആർ കമ്പോണൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡിസിഷൻ? ഒന്ന് ഫിനാൻഷ്യൽ ഡിസിഷൻ, ഫിനാൻസിംഗ് ഡിസിഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്, ഡിവിഡൻഡ് ഡിസിഷൻ. ഓപ്ഷൻ എ പറയുന്നത് only 1 and 2, ബി only 2 and 3, സി all of the above, ഡി only 1. ഏതായിരിക്കും ഉത്തരം? ഏതായിരിക്കും? all of the above ആണ് കറക്റ്റ് ഉത്തരം വരുന്നത് കേട്ടോ. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം കേട്ടോ. ഉത്തരം all of the above ആണ് കറക്റ്റ് ആൻസർ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതായിരുന്നു അല്ലേ? കമ്പോണന്റ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡിസിഷൻ. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇൻവോൾവ്സ് making key decision relating to the acquisition, financing and management of funds. അല്ലേ? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മളുടെ ഫണ്ട് എവിടുന്ന് നമ്മൾ അക്വയർ ചെയ്യും, അത് പ്രോപ്പറായിട്ട് ഫിനാൻസ് ചെയ്യും, അത് മാനേജ് ചെയ്യും, എങ്ങനെ മാനേജ് ചെയ്യും തുടങ്ങിയവയെ കുറിച്ച് പറയുന്നതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ മേജർ കമ്പോണൻസ് ആണ് ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. അതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. എന്താന്ന് വെച്ചാൽ എന്താണ്? കൺസേൺഡ് വിത്ത് സെലക്ടിംഗ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഇൻവോൾവ്സ് ഇവാലുവേറ്റിംഗ് വെദർ ടു ഇൻവെസ്റ്റ് ദി ഫേംസ് ഫണ്ട്. അതായത് ഒത്തിരിയേറെ ആൾട്ടർനേറ്റീവ് ഉണ്ടാകും നമുക്ക്. അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ നമ്മുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ന്യൂ പ്രൊജക്ട്, മെഷീനറി എക്സ്പാൻഷൻ അല്ലേ? ഇപ്പം ഏത് പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകുക എന്ന് അനലൈസ് ചെയ്ത് നോക്കിയതിന് ശേഷം കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകുന്ന പ്രൊജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഒബ്ജക്റ്റീവ് പറയുന്നത് എന്താണ്? മാക്സിമൈസ് റിട്ടേൺ വിത്ത് മിനിമം റിസ്ക്. റിസ്ക് കുറച്ചുകൊണ്ട് മാക്സിമം റിട്ടേൺ ഏൺ ചെയ്യുക എന്നതാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്. ഒന്നാമത്തേത് ഏതാണ്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. രണ്ടാമത്തേതാണ് ഫിനാൻസിംഗ് ഡിസിഷൻ. അത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ. ഡിസൈഡ് ദ മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ടു ഫിനാൻസ് ദ കമ്പനീസ് ഓപ്പറേഷൻ. ഇൻവോൾവ്സ് ഡിറ്റർമൈനിങ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇവിടെ എന്താ പറയുന്നത്? നമ്മുടെ കമ്പനിക്ക് വേണ്ടുന്ന ഫിനാൻസ് നമ്മൾ ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് അക്വയർ ചെയ്യേണ്ടതെന്ന്. അതായത് ഡെപ്റ്റ് ആണോ ഉപയോഗിക്കുന്ന, ഇക്വിറ്റി ആണോ, അല്ലെങ്കിൽ അതിന്റെ മിക്സ് ഡിസൈഡ് ചെയ്യുന്നതാണ് ഫിനാൻസിംഗ് ഡിസിഷൻ. എന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതാണ് ഫിനാൻസിംഗ് ഡിസിഷനിൽ പറയുന്നത്. ഇവിടെ ഒബ്ജക്റ്റീവ് എന്താണ്? മിനിമൈസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് മാക്സിമൈസ് ഫേംസ് വാല്യൂ. അല്ലേ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറച്ചുകൊണ്ട് ഫേമിന്റെ വാല്യൂ കൂട്ടുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചർ നമ്മൾ ഡിസൈഡ് ചെയ്യണം. മൂന്നാമത്തേതാണ് ഡിവിഡൻഡ് ഡിസിഷൻ. Determines how much of the profit should be distributed to shareholders and how much should be retained for future growth. ഡിവിഡൻഡ് ഡിസിഷനിൽ എന്താണ് പറയുന്നത്? ഒരു കമ്പനി ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിൽ എത്രമാത്രം ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ എത്ര നമ്മൾ എന്ത് ചെയ്യണം? കമ്പനിയിൽ തന്നെ റീറ്റെയിൻ ചെയ്യണം. എന്തിന്? ഫ്യൂച്ചർ ഗ്രോത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് എത്ര കമ്പനിയിൽ റീറ്റെയിൻ ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഡിസിഷനാണ് ഡിവിഡൻഡ് ഡിസിഷൻ. ഒബ്ജക്റ്റീവ് എന്താണ്? ബാലൻസ് ബിറ്റ്വീൻ ഡിവിഡൻഡ് പേ ഔട്ട് ആൻഡ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഫോർ ഗ്രോത്ത്. അതായത് ഡിവിഡൻഡ് കൊടുക്കുന്നതിനും കമ്പനിയിൽ തന്നെ റീറ്റെയിൻ ചെയ്യുന്നതിലും ഒരു ബാലൻസ് കീപ്പ് ചെയ്യണം. കിട്ടുന്ന പ്രോഫിറ്റ് മുഴുവൻ ഡിവിഡൻഡ് കൊടുക്കുകയല്ല, കിട്ടുന്നത് മുഴുവൻ റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആയിട്ട് വെക്കുക തുടങ്ങിയല്ല. അതിലൊരു ബാലൻസ് കീപ്പ് ചെയ്യണം എന്ന് പറയുന്നതാണ് ഡിവിഡൻഡ് ഡിസിഷൻ. അപ്പൊ കമ്പോണന്റ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡിസിഷൻ ഏതാണ്? ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസിംഗ് ഡിസിഷൻ, മൂന്ന് ഡിവിഡൻഡ് ഡിസിഷൻ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 51/2025 എന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. Which of the following statements about the financial accounting principles are correct? ഒന്ന്, the accurate concept requires that revenue and expense be recorded when they incurred, not when cash is received or paid.
2. The matching principle ensure that these expenses related to revenue are recognized in the same accounting period as the revenue. 3. The prudence concept states that revenue should be recognized as soon as it is reasonably possible, but expenses should be deferred. 4. The going concern concept assumes that a business will not continue its operation indefinitely. ഇവിടെ എന്താണ് പറഞ്ഞത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിളുമായിട്ട് റിലേറ്റ് ചെയ്ത ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നതാണ്. ഓപ്ഷൻ എ only 1 and 2 are correct, ബി only 2 and 3 are correct, സി only 3 and 4 are correct, ഡി only 1, 2 and 4 are correct. ഏതൊക്കെയായിരിക്കും? ആലോചിച്ച് നോക്കണേ. ഏതൊക്കെയായിരിക്കും കറക്റ്റ്? only 1 and 2 ആണ് കറക്റ്റ്. ഓപ്ഷൻ എ ആണ് കേട്ടോ ഉത്തരം, അല്ലേ? കാരണം എന്താ നോക്ക്, ഒന്നാമത്തെ 1 ഉം 2 ആണ് കറക്റ്റ് എന്നാണ് പറയുന്നത്. The accrual concept requires that revenue and expense be recorded when they incurred and not when cash is received or paid. Accrual concept എന്താണ് നമ്മൾ പറയുന്നത്? റവന്യൂ എപ്പോഴും നമ്മൾ റവന്യൂ ഓർ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യേണ്ടത് അത് ഇൻക്വയറി ചെയ്യുമ്പോഴാണ്, അല്ലാതെ ക്യാഷ് റിസീവ് ചെയ്തോ പെയ്ഡ് ചെയ്തോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. അത് കറക്റ്റ് അല്ലേ? ശരിയല്ലേ പറയുന്നത്? അപ്പൊ അത് ശരിയാണ്. രണ്ടാമത്തേത് the matching principle ensure that expense related to revenue are recognized in the same accounting period as the revenue. അതായത് നമ്മൾ ഒരു റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി, ഒരു വർഷത്തെ റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ എക്സ്പെൻസുകൾ നമ്മൾ ഉണ്ടായിട്ടുണ്ടോ ആ എക്സ്പെൻസുകളെല്ലാം ആ അക്കൗണ്ടിംഗ് പീരീഡ് തന്നെ കാണിക്കണം, അല്ലേ? അതിനാൽ തന്നെ റെക്കഗ്നൈസ് ചെയ്യണം എന്ന് പറയുന്നതാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ. കറക്റ്റ് അല്ലേ? മൂന്നാമത്തെ നോക്ക്, the prudence concept states that revenue should be recognized as soon as it is reasonably possible, but expenses should be deferred. ഇവിടെ ശരിക്കും prudence concept എന്താ പറയുന്നത്? എക്സ്പെക്ട് നമുക്ക് ഭാവിയിൽ വരുന്ന ലോസസ് നമ്മൾ എന്ത് ചെയ്യണം? റെക്കഗ്നൈസ് ചെയ്യണം. പക്ഷെ റവന്യൂ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അതാണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ ഇവിടെ തിരിച്ചല്ലേ പറയുന്നത്? ഇവിടെ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യണം, എക്സ്പെൻസ് ചെയ്യണ്ട എന്നാണ് പറയുന്നത്. അപ്പം ഇത് ഇൻകറക്റ്റ് ആണ്, തെറ്റാണ്, അല്ലേ? അടുത്തത് the going concern concept assume that a business will not continue its operation indefinitely. going concern എന്താ പറയുന്നത്? ബിസിനസ് എന്നാ ഇൻഡെഫിനിറ്റ് കാലത്തില് അവര് എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും, അവരുടെ ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യണം. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? will not continue. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? അതുകൊണ്ട് only 1 and 2 are correct. അതാണ് കേട്ടോ ശരി. ഇവിടെ ഈ accrual concept, matching principle, prudence, going concern ഇതിന്റെ കുറച്ച് നോട്ട്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു റിവിഷൻ പോലെയാണ്. accrual concept എന്താ പറയുന്നത്? it states that revenue and expenses are recorded in the period in which they are earned or incurred, not when cash is received or paid. ക്യാഷ് കിട്ടിയോ കൊടുത്തോ എന്ന് നോക്കണ്ട. എപ്പോഴാണോ എക്സ്പെൻസ് ഇൻക്യൂർ ചെയ്യുന്നതോ അല്ലെങ്കിൽ റവന്യൂ ഏൺ ചെയ്യുന്നത് ആ വർഷം തന്നെ അത് റെക്കോർഡ് ചെയ്യണം. എക്സാമ്പിൾ എന്താ? സാലറി ഡ്യൂ ബട്ട് നോട്ട് യെറ്റ് പെയ്ഡ് is still recorded as an example. അല്ലേ? സാലറി ഡ്യൂ ആയി പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല. ആ എക്സ്പെൻസുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാ? accrual concept പ്രകാരമാണ്. കാരണം എക്സ്പെൻസ് ഓൾറെഡി ഡ്യൂ ആയിട്ടുണ്ട്, നമ്മൾ കൊടുത്തിട്ടില്ല, അല്ലേ? എന്നിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അടുത്തത് മാച്ചിങ് പ്രിൻസിപ്പിൾ. ഇറ്റ് എൻഷുർ ദാറ്റ് എക്സ്പെൻസസ് ആർ മാച്ച്ഡ് വിത്ത് ദ റവന്യൂസ് ദേ ഹെൽപ് ടു ജനറേറ്റ് ഇൻ ദ സെയിം അക്കൗണ്ടിംഗ് പീരീഡ്. അതായത് ഒരു അക്കൗണ്ടിംഗ് പീരീഡില് റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ എക്സ്പെൻസുകൾ വന്നിട്ടുണ്ടോ അതെല്ലാം എന്ത് ചെയ്യണം? ആ എക്സ്പെൻസുകളെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യണം, അല്ലെ? ആ റവന്യൂ ആയിട്ട് മാച്ച് ചെയ്യുന്ന എക്സ്പെൻസുകൾ എല്ലാം റെക്കോർഡ് ചെയ്തേ പറ്റൂ. എക്സാമ്പിൾ എന്താണ്? ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി ഈസ് മാച്ച്ഡ് വിത്ത് ദ ഇൻകം ഏൺഡ് ഫ്രം യൂസിങ് ഇറ്റ്. അതായത് ഒരു അസറ്റ് നമ്മൾ വാങ്ങി, ആ അസറ്റ് നമുക്കൊരു 10 വർഷത്തേക്കോ 15 വർഷത്തേക്കോ ഉണ്ടെന്ന് ഓർക്കുക. പക്ഷെ ഓരോ വർഷവും ആ അസറ്റും ഉപയോഗിച്ച് നമ്മൾ ഓരോ വർഷത്തെ ഇൻകം ഏൺ ചെയ്യാൻ ഉപയോഗിക്കുന്നില്ലേ? ആ നിശ്ചിത അസറ്റിന്റെ ഒരു വാല്യൂ ആണ് നമ്മൾ ഡിപ്രീസിയേഷൻ ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നത്. ഓക്കെ, അതാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ പറയുന്നത്. അടുത്ത prudence or conservatism concept. ഓർക്കുക, ഇത് രണ്ട് സെയിം ആണ്. It means anticipate no profit but provide for all possible losses. അതായത് നമ്മൾ എന്ത് ചെയ്യണം? പോസിബിൾ ആയി വരുന്ന ലോസസുകളെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആന്റിസിപ്പേറ്റ് ചെയ്യണം. പക്ഷെ പ്രോഫിറ്റോ ഇൻകമോ നമ്മൾ എന്താ പറയാ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അതാണ് prudence concept പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ പറയുന്നത് ക്രിയേറ്റ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഈവൻ ഇഫ് ദി ലോസ് ഈസ് അൺസർട്ടൺ. അതായത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്താ? ഭാവിയിൽ അത് വന്നേക്കാം, അത് ബാഡ് ഡെപ്റ്റ് ആയേക്കാം എന്ന് കരുതി നമ്മൾ ഒരു പ്രൊവിഷൻ വെക്കുന്നതല്ലേ? അത് ബാഡ് ഡെപ്റ്റ് ആയോ? ശരിക്കും ഇല്ല. എങ്കിലും നമ്മൾ ഒരു പ്രൊവിഷൻ വെക്കുന്നു, ഭാവിയിൽ ആയേക്കാം എന്നും വെച്ച്. ഇതാണ് prudence conceptന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്.
അടുത്തത് going concern concept. It assumes that a business will continue its operation indefinitely and not liquidated in the near future. എന്താ പറയുന്നത്? ബിസിനസ് അതിന്റെ ഓപ്പറേഷൻ എന്താണ് ഇൻഡെഫിനിറ്റ് കാലത്തേക്ക് കണ്ടിന്യൂ ചെയ്യും. അത് ഈ അടുത്ത കാലത്തൊന്നും അടച്ചു പൂട്ടുകയില്ല എന്ന് പറയുന്നതാണ് going concern concept. അതുകൊണ്ടാണ് assets are recorded at historical cost, not at market value. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വാങ്ങുന്ന അസറ്റ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലല്ലേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, അല്ലേ? അസറ്റ് ആ കോസ്റ്റിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. കാരണം നമ്മുടെ ബിസിനസ് ഇപ്പോഴൊന്നും അടച്ചു പൂട്ടുവോ? ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യനും സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെയുള്ളതാണ്. എ കമ്പനി XYZ Limited purchased machinery on January 1st, 2023 for rupees 10 lakh. The accountant expensed the entire amount in the profit and loss account for 2023 instead of capitalizing it. Which accounting concept has been violated? A. Going concern concept. B. Matching concept. C. Materiality concept. D. Cost concept. ഏതാണ്? ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് കേട്ടോ. മാച്ചിങ് കൺസെപ്റ്റ് തന്നെയാണ് വയലേറ്റ് ചെയ്യുന്നത്. കാരണം എന്താ പറയുന്നത്? XY ലിമിറ്റഡ് ഒരു 2023 ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു. ഈ മുഴുവൻ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കാണിച്ചു. അതായത് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടതിന് പകരം ബാലൻസ് ഷീറ്റിലെ അസറ്റ് ആയിട്ട് കാണിക്കേണ്ടതിന് പകരം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നു. ഇത് ഏത് കൺസെപ്റ്റിനെ വയലേറ്റ് ചെയ്യുന്നതാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കും? മാച്ചിങ് കൺസെപ്റ്റ് അല്ലേ? അതായത് ഈ മെഷീനറി വെച്ചിട്ട് ഈ മെഷീനറി നമ്മൾ ഈ വർഷത്തെ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണോ? അങ്ങനെയുള്ളതിനെ മാത്രമല്ലേ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഏതൊക്കെ എക്സ്പെൻസ്, അതായത് നോമിനൽ അക്കൗണ്ടുകളെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉപയോഗിക്കുന്നത്. അതായത് ആ വർഷം വന്ന എക്സ്പെൻസുകളെയും ഇൻകത്തെയും ക്ലോസ് ചെയ്യുക അല്ലേ? അതെ. പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്? മെഷീനറി വാങ്ങി ആ 10 ലക്ഷം രൂപ അവര് എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. പകരം എന്തായിരുന്നു ചെയ്യേണ്ടത്? ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആയി കാണിച്ചിട്ട് ആ ഒരു നിശ്ചിത എമൗണ്ട് മാത്രമേ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡിപ്രീസിയേഷനോ മറ്റോ ആയിട്ട് കാണിക്കാൻ പാടുള്ളൂ. ഇതാണ് ഈ കൺസെപ്റ്റിനെയാണ് വയലേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ ഇതിന്റെ നോട്ട് ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു റിവിഷനും ആകും. മനസ്സിൽ കുറച്ചും കൂടി വേഗം നമുക്ക് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഇത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്തായിരുന്നു? ഇതൊന്ന് വായിച്ചു നോക്കിയില്ലെങ്കിലും പറഞ്ഞാൽ മതി. എന്താണ്? ഒരു ബിസിനസ്സിന് കണ്ടിന്യൂ എന്താ പറയാ ഇൻഡെഫിനിറ്റ് കാലം അത് കണ്ടിന്യൂ ചെയ്യും എന്ന് പറയുന്നതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. അടുത്തത് മാച്ചിങ് കൺസെപ്റ്റ് എന്താണ്? expense should be recorded in the same accounting period as the revenue they help to earn. ഒരു റവന്യൂ ഏൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത എല്ലാ എക്സ്പെൻസുകളും നമ്മൾ ആ അക്കൗണ്ടിംഗ് പീരീഡിൽ തന്നെ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം എന്ന് പറയുന്നതാണ്. അടുത്തത് നോക്കാം, മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് എന്താണ്? ഇറ്റ് മീൻസ് ദാറ്റ് only important material information that can influence business decision should be recorded and reported. Small or insignificant items can be ignored or simplified. ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെറ്റീരിയൽ, അതായത് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷനെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? റെക്കോർഡ് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇഗ്നോർ ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയാ സിംപ്ലിഫൈഡ്. അതായത് ഇപ്പൊ നമ്മൾ ഒരു വലിയൊരു ഒരു ബിസിനസ് നടത്തുക, അവിടെ നമ്മളൊരു സ്റ്റേഷനറി ആയിട്ട് ഒരു പെന്ന് വാങ്ങി. ആ പെന്ന് വാങ്ങുക വെച്ചാൽ ഒരു ഇൻസിഗ്നിഫിക്കന്റ് ഐറ്റം അല്ലേ? അതായത് അതിനെ നമ്മള് പെന്ന് പറഞ്ഞ ഒരു അസറ്റ് ആയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ടോ? ഇല്ല. പകരം എന്താ? സ്റ്റേഷനറിയിലേക്ക് മാറ്റും അല്ലേ? സ്റ്റേഷനറി വാങ്ങിയതായിട്ട് കാണിക്കും. അതിനെ എന്ത് ചെയ്യും? ഒരു ഗ്രൂപ്പിലേക്ക് മാറ്റും. അതാണ് പറയുന്നത് മെറ്റീരിയൽ കൺസേൺ. അതേ സമയത്ത് നമ്മളൊരു മെഷീനറി വാങ്ങിയതിനെ നമ്മൾ എന്ത് ചെയ്യും? അസറ്റ് ആയിട്ട് മെഷീനറി എന്ന് പറഞ്ഞ് തന്നെ അസറ്റിൽ കാണിക്കും അല്ലേ? മെറ്റീരിയൽ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? റെക്കോർഡ് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും വേണം എന്നാണ് പറയുന്നത്. അടുത്ത കോസ്റ്റ് കൺസെപ്റ്റ്. അക്കോർഡിംഗ് ടു ദിസ് all assets are recorded at their original purchase price cost, including all expenses incurred to bring them into use. The cost remains as the basis for valuation, not the current market price. എന്താ പറയുന്നത്? നമ്മൾ വാങ്ങിയ എല്ലാ അസറ്റും നമ്മൾ ഏത് വിലയിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? നമ്മൾ വാങ്ങിയ ഒറിജിനൽ പർച്ചേസ് പ്രൈസിൽ അല്ലേ? അതായത് ആ മെഷീനറി വാങ്ങാൻ നമ്മൾക്ക് ചെലവായ കോസ്റ്റ്, മെഷീനറി ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, ആ അസറ്റ് വാങ്ങാൻ നമുക്ക് ചെലവായ കോസ്റ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. ഒറിജിനൽ മാർക്കറ്റ് പ്രൈസ്.
അല്ലാതെ കറന്റ് മാർക്കറ്റ് പ്രൈസിലാണോ? ഒരിക്കലും അല്ല. ഇതാണ് കോസ്റ്റ് കൺസെപ്റ്റിൽ പറയുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യനും സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെയുള്ളതാണ് കേട്ടോ. വിച്ച് of the following statement correctly describe the principles of scientific management as given by F.W. Taylor? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സയന്റിഫിക് മാനേജ്മെന്റ് ഡിസ്കറേജ് കോപ്പറേഷൻ ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ്. ഇറ്റ് ഫോക്കസസ് ഓൺ റീപ്ലേസിംഗ് റൂൾ ഓഫ് തം മെത്തേഡ് വിത്ത് സയന്റിഫിക് സ്റ്റഡീസ് ഓഫ് വർക്ക്. ഇറ്റ് എംഫസൈസ് ദ സയന്റിഫിക് സെലക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് വർക്കേഴ്സ്. എന്താ പറഞ്ഞാൽ കറക്റ്റ്ലി ഡിസ്ക്രൈബ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കറക്റ്റ്ലി ഡിസ്ക്രൈബ് ആണോ ഇൻകറക്റ്റ്ലി, തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണോ ചോദിക്കുന്നത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണോ ചോദിക്കുന്നതെന്ന് നമ്മൾ നോക്കണം കേട്ടോ. ഇനി കറക്റ്റ്ലി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു ടിക്ക് മാർക്ക് വല്ലതും ഇടാം, നമുക്ക് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വായിക്കാതിരിക്കാൻ വേണ്ടി. ഇൻകറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റിനാണെങ്കിൽ ഇൻറ്റു മാർക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇവിടെ നോക്കാവേ. സ്റ്റേറ്റ്മെന്റ് ഒക്കെ വായിച്ചില്ലേ? ഇനി ഓപ്ഷൻ, only 1 and 2 are correct, only 2 and 3 are correct, only 1 and 3 are correct, all 1, 2 and 3 are correct. ഏതായിരിക്കും? ഓൾറെഡി നമ്മൾ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? only 2 and 3 ആണ് കറക്റ്റ് വരുന്നത് അല്ലേ? ഒന്നാമത്തേത് എന്താ പറഞ്ഞേക്കുന്നത്? സയന്റിഫിക് മാനേജ്മെന്റ് ഡിസ്കറേജ് ആണോ ചെയ്യുന്നത്? അല്ല. സയന്റിഫിക് മാനേജ്മെന്റ് എന്താ പറയുന്നത്? മാനേജ്മെന്റ് വർക്കേഴ്സും തമ്മിൽ ഒരു കോപ്പറേഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ലേ? അല്ലാതെ അവിടെ ഈ കോപ്പറേഷനെ ഡിസ്കറേജ് ചെയ്യുന്നുണ്ടോ? ഇല്ല. പിന്നെ റൂൾ ഓഫ് തം മെത്തേഡിനെ സയന്റിഫിക് സ്റ്റഡീസ് ആക്കി റീപ്ലേസ് ചെയ്യുന്നു അല്ലേ? നമ്മൾ എന്താ പറയുന്നത്? ഒരു സയന്റിഫിക് മെത്തേഡ് അവിടെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ എന്താണ് പറഞ്ഞത്? സയന്റിഫിക് സെലക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് വർക്കേഴ്സ് അല്ലേ? എങ്ങനെയാ സെലക്ട് ചെയ്യുന്നത്? ഒരു സയന്റിഫിക് സെലക്ഷനും പിന്നെ വർക്കേഴ്സിന് വേണ്ടുന്ന ട്രെയിനിങ്ങും ഇതുമെല്ലാം കൊടുത്ത് അവരെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1, 3 കറക്റ്റ് ആയിട്ടുള്ളത്. പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. F.W. Taylor, known as the father of scientific management. ഓർക്കുക, father of scientific management F.W. Taylor introduced the principle to improve efficiency and productivity in management. ഇതിനകത്തെ മെയിൻ പ്രിൻസിപ്പിൾ ഏതൊക്കെയാ? Science, not rule of thumb. Replace all the trial and error methods with a scientific study and analysis for each task. അല്ലേ? പണ്ട് നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്യുന്നത്? കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കും, കുറെ നമുക്ക് തെറ്റുകളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി ആ തെറ്റുകൾ തിരുത്തി നമ്മൾ എന്ത് ചെയ്യും? പുതിയ രീതിയിലേക്ക് പോകും. അതായത് നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആയിരുന്നു പണ്ട് ചെയ്യുന്നത്. ഇതിനെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്തു? അവിടെ സയന്റിഫിക് സ്റ്റഡി ആക്കി റീപ്ലേസ് ചെയ്തു. ട്രയൽ ആൻഡ് എററിന് പകരം അവിടെ ഒരു സയന്റിഫിക് സ്റ്റഡിയും അനാലിസിസും കൊണ്ടുവന്നു. ഹാർമോണി നോട്ട് ഡിസ്കോർഡ്, അതായത് വർക്കേഴ്സും മാനേജ്മെന്റും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് കൊണ്ടുവന്നു അല്ലേ? എന്തിന്? എന്നാൽ അത് മ്യൂച്വൽ ബെനിഫിറ്റിന്. അതായത് വർക്കേഴ്സുമായിട്ട് നല്ല ബന്ധം ഉണ്ടെങ്കിൽ വർക്കേഴ്സ് നന്നായിട്ട് വർക്ക് ചെയ്യും അല്ലേ? അത് നമ്മുടെ കമ്പനിക്ക് എന്തായിരിക്കും? നല്ലതായിരിക്കും. അതേപോലെ വർക്കേഴ്സ് മാനേജ്മെന്റിനോട് നന്നായിട്ടിരിക്കുമ്പോൾ എന്താകും? മാനേജ്മെന്റ് വർക്കേഴ്സിനോടും തിരിച്ച് നല്ല ഒരു രീതിയിലായിരിക്കുമല്ലോ. അത് മ്യൂച്വൽ ബെനിഫിറ്റ്, രണ്ടുപേർക്കും ബെനിഫിറ്റ് കിട്ടും. കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. Encourage teamwork and cooperation rather than conflict between workers and managers. കണ്ടോ? Encourage teamwork. എന്താ പറയുന്നത്? വർക്കേഴ്സും മാനേജേഴ്സും തമ്മിൽ ഒരു ടീം വർക്ക് അല്ലെങ്കിൽ ഒരു സഹകരണം അവരെന്ത് ചെയ്യുന്നു? എൻകറേജ് ചെയ്യുന്നു കേട്ടോ. അല്ല, അതെന്തിനാണ്? അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ വേണ്ടി നല്ലൊരു ടീം വർക്കും കോപ്പറേഷനും കൊണ്ടുവരുന്നു. Development of each person to their greatest efficiency. Provide proper training and development so that every worker can perform to their best ability. അതായത് ഓരോ വർക്കേഴ്സിനും പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ്ങും അവർക്ക് വേണ്ടുന്ന ഡെവലപ്മെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ വർക്കറും അവരുടെ ബെസ്റ്റ് ആയിട്ട് അവരെന്ത് ചെയ്യും? പെർഫോം ചെയ്യും അല്ലേ? ഇത്രയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റിൽ പറയുന്നത്. ഇതൊരു റിവിഷൻ പോലെ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ ആയിട്ടില്ലേ? മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യനും സെയിം ക്വസ്റ്റ്യൻ പേപ്പർ. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ മാറുമ്പോൾ മാത്രമേ അതിന്റെ നമ്പർ പറയുള്ളൂ കേട്ടോ. ശ്രദ്ധിച്ചോ. Which of the following are silent features of management? 1. Management is goal oriented and aims to achieve organizational objectives. Management is a distinct process consisting of planning, organizing, staffing, directing and controlling. Management integrates human and non-human resources. Option A, only 1 and 2 are correct. B, only 2 and 3 are correct. C, only 1 and 3 are correct. D, all 1, 2 and 3 are correct. ഇവിടെ എന്താ പറഞ്ഞ? മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ?
അപ്പം ഇതിന്റെ ഉത്തരം ഏതാണ്? വായിച്ചു നോക്കിയിട്ട് നോക്കിയേ, ഏതായിരിക്കും? all correct ആണ് അല്ലേ? മാനേജ്മെന്റ് എന്താണ്? ഒരു ഗോൾ ഓറിയന്റഡ് ആണ്, ഡിസ്റ്റിങ്ക്ട് പ്രോസസ് ആണ്, ഇന്റഗ്രേറ്റ്സ് ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ റിസോഴ്സസ്. അപ്പം ഓളും എന്താണ്? മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സ് ആണ്. ഇവിടെ നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുകയാണേ. ഒന്നാമത്തേത് ഗോൾ ഓറിയന്റഡ് പ്രോസസ്. മാനേജ്മെന്റ് aims at achieving organizational objective effectively and efficiently. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാവരും ഒരുമിച്ച് കൂടി എന്ത് ചെയ്യുന്നു? ആ ഒബ്ജക്റ്റീവിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു അല്ലേ? പെർവാസീവ് ഫംഗ്ഷൻ. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഇൻ ഓൾ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. അതായത് ബിസിനസ്, ഗവൺമെന്റ് ഓർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏത് ഓർഗനൈസേഷൻ, ഏത് ടൈപ്പ് ഓർഗനൈസേഷനിലായിരിക്കട്ടെ, പെർവാസീവ് എന്ന് വെച്ചാൽ എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണ്. ഈ ഓർഗനൈസേഷൻ നമ്മൾ വിചാരിക്കേണ്ട, ഈവൻ നമ്മുടെ വീടുകളിൽ പോലും എന്താണ്? മാനേജ്മെന്റ് ആപ്ലിക്കബിൾ ആണ് അല്ലേ? നല്ലൊരു മാനേജ്മെന്റ് നമ്മൾ വീട്ടിൽ തന്നെ നടത്തുകയല്ലേ? ടൈം മാനേജ്മെന്റ്, ഇന്ന സമയത്ത് ഇന്നത് ചെയ്യുക അല്ലേ? ഒരു അമ്മമാരാണേലും നമ്മുടെ എന്താ പറയുക, വീട്ടിലെ ഓരോരുത്തരും നല്ലൊരു മാനേജ്മെന്റ് നടത്തുന്നുണ്ട്. അതാണ് പറഞ്ഞത്, എല്ലാ ഓർഗനൈസേഷനിലും ആപ്ലിക്കബിൾ ആണ്. Continuous process. Management is an ongoing activity. Functions like planning, organizing and controlling continue regularly. Management എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത്? ഒരു നിശ്ചിത ഗോൾ അറ്റൈൻ ചെയ്യുമ്പോൾ അത് അവിടെ നിർത്തി പോകുന്നില്ല. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓൺഗോയിങ് ആക്ടിവിറ്റി ആണ്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഒരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്ത് അതിനുവേണ്ടി ഓർഗനൈസ് ചെയ്യും, പിന്നെ എന്താ പറയുക, നമ്മൾ കൺട്രോൾ ചെയ്യും, വീണ്ടും നമ്മുടെ കാര്യങ്ങൾ തിരിച്ച് അതേപോലെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മാനേജ്മെന്റിന് ഒരു എൻഡ് പ്രോസസ് ഇല്ല, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്തത് ഗ്രൂപ്പ് ആക്ടിവിറ്റി. ഇറ്റ് ഇൻവോൾവ്സ് വർക്കിംഗ് വിത്ത് ആൻഡ് ത്രൂ പീപ്പിൾ ടു അച്ചീവ് കോമൺ ഗോൾ. ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഒരാൾ വിചാരിച്ച് ചെയ്യുന്ന കാര്യമാണോ? അല്ല. കുറെ പീപ്പിൾ എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് കൂടി ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ ഓർഗനൈസേഷന് ഒരു കോമൺ ഗോൾ ഉണ്ടാകും, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി മാനേജേഴ്സും വർക്കേഴ്സും തുടങ്ങിയ എല്ലാവരും കൂടി പ്രവർത്തിക്കുന്നു. അതാണ് ഗ്രൂപ്പ് ആക്ടിവിറ്റി. അടുത്ത ഡൈനാമിക് ഫംഗ്ഷൻ. മാനേജ്മെന്റ് മസ്റ്റ് അഡാപ്റ്റ് ടു ചേഞ്ചസ് ഇൻ ദി എൻവയോൺമെന്റ്, ടെക്നോളജി ആൻഡ് മാർക്കറ്റ് കണ്ടീഷൻ. ഈ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഒരു റിജിഡ് അല്ല. റിജിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഒരു നിശ്ചിത ഒരു ഫ്രെയിം വർക്കിൽ പ്രവർത്തിച്ച് അതേപോലെ പ്രവർത്തിക്കും എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പകരം എന്താണ്? ഓരോ ചേഞ്ച് വരുമ്പോഴും അത് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഫ്ലെക്സിബിൾ ആയിരിക്കും. അതിനനുസരിച്ച് നമ്മുടെ പോളിസീസ്, നമ്മുടെ പ്ലാനിങ് മാറ്റും അല്ലേ? നമ്മുടെ ഓർഗനൈസിങ് മാറ്റും. അങ്ങനെയാണ് പറയുന്നത്. ഓരോ ചേഞ്ചസിനനുസരിച്ചും എന്ത് പറ്റും? മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ മാനേജ്മെന്റിന് പറ്റും. അടുത്തത് ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. മാനേജ്മെന്റ് cannot be seen but it felt through the result like efficiency and coordination. മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാധനമാണോ? അല്ല. പകരം എന്ത് ചെയ്യും? അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ അറിയില്ല, നല്ലൊരു മാനേജ്മെന്റ്, നല്ലൊരു ഓർഗനൈസേഷനിലെ അവരുടെ വർക്കേഴ്സിന്റെ എഫിഷ്യൻസിയും കോർഡിനേഷനും ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും, നല്ല മാനേജ്മെന്റ് ഉണ്ട്. അതേ സമയത്ത് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ഇല്ല, എന്താ പറയുന്ന തോന്നിയ പോലെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നതെങ്കിൽ എന്താ അവിടെ മനസ്സിലാക്കേണ്ടത്? അവിടെ ഒരു പ്രോപ്പർ മാനേജ്മെന്റ് ഇല്ല അല്ലേ? അത് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ആ വർക്കേഴ്സിന്റെ എഫിഷ്യൻസിയും കോർഡിനേഷനും മറ്റും കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതല്ലേ? അല്ലാതെ നമുക്ക് ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നതല്ല, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ മൾട്ടി ഡിസിപ്ലിനറി. ഇറ്റ് യൂസസ് നോളജ് ഫ്രം എക്കണോമിക്സ്, സൈക്കോളജി, സോഷ്യോളജി ആൻഡ് മാത്തമാറ്റിക്സ്. എന്താ പറയുന്നത്? ഈ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഒരു മാനേജർക്ക് എന്തൊക്കെ കാര്യങ്ങളും വിവിധതരം ഡിസിപ്ലിനറീസ്, വിവിധതരം നോളജ് വേണം അല്ലേ? ഒരു സബ്ജക്റ്റിന്റെ നോളജ് മതിയോ? പോരാ, വിവിധതരം നോളജുകൾ വേണം. വർക്കേഴ്സിന്റെ സൈക്കോളജിയെ കുറിച്ച് അറിയണം, മാത്തമാറ്റിക്സ് വേണം, എക്കണോമിക്സ് വേണം, അക്കൗണ്ടിങ് വേണം, അങ്ങനെ പല നോളജുകളും മാനേജേഴ്സിന് വേണം. അതാണ് മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്നത്. അത് മാനേജ്മെന്റ് ആസ് ആൻ ഇന്റഗ്രേറ്റഡ് പ്രോസസ്. മാനേജ്മെന്റ് is considered an integrated process because it brings together people, resources and activities to achieve organizational goals effectively. മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഇന്റഗ്രേറ്റഡ് പ്രോസസ് ആണ്. കാരണം എന്താ? ഒരു ഓർഗനൈസേഷനിലുള്ള വ്യക്തികള്, അതേപോലെ റിസോഴ്സസ്, അതേപോലെ അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് കൂട്ടുന്നു അല്ലെ? ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? ഓർഗനൈസേഷന്റെ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടി മാനേജ്മെന്റ് ഈ പ്രോസസ്സുകളെല്ലാം ഒന്നിപ്പിച്ചെടുക്കുന്നു. അതാണ് മാനേജ്മെന്റ് ആസ് ആൻ ഇന്റഗ്രേറ്റഡ് പ്രോസസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മള് ക്വസ്റ്റ്യൻ പേപ്പർ 50/2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളതാണ്. മാച്ച് ട്രാൻസാക്ഷൻസ് വിത്ത് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്. ട്രാൻസാക്ഷൻ ആണ് താഴെ ഒരിടത്ത്, മറ്റൊരു അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്. 1 പർച്ചേസ് ഓഫ് ലാൻഡ്, 2 കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളിംഗ് ന്യൂ മെഷീനറി, 3 അഡ്വൈസ്മെന്റ് ഓഫ് കോസ്റ്റ് ഓഫ് ന്യൂ ബ്രാൻഡ്,
4 റിപ്പയറിംഗ് ഓഫ് മെഷീനറി. ഇപ്പോഴത്തെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റിൽ എ ചാർജ്ഡ് ടു P&L അക്കൗണ്ട്, ക്യാപിറ്റലൈസ്ഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ്, ആഡഡ് ടു അസറ്റ് കോസ്റ്റ്, ട്രീറ്റഡ് ആസ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇത് പരസ്പരം മാച്ച് ചെയ്യാനാണ് പറഞ്ഞത്. ഇങ്ങനെ മാച്ച് ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ ആദ്യം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് അറിയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, വേഗം വേഗം സെറ്റ് ആക്കി വിടണം. ഇതിനകത്ത് നമ്മൾ പറഞ്ഞ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ്, അതൊരു ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ 3 എന്ത് ചെയ്യുന്നു, നമ്മൾ ഡി അത് ഇപ്പം ഇത് തന്നെ അറിയണമെന്നില്ല, ഏതെങ്കിലും അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ നോക്കുക, എന്നിട്ട് അത് ഓപ്ഷനിൽ നോക്കുക. 3 ഡി വരുന്ന ഏതൊക്കെയാ ഉള്ളത്? ബിയും ഡിയും മാത്രമേ ഉള്ളൂ. അപ്പം എയും പോയി സിയും പോയി അല്ലേ, ഓപ്ഷൻ പോയി. ഇനി അടുത്തത് എന്താ പറഞ്ഞത്, പർച്ചേസ് ഓഫ് ലാൻഡ്. എന്തായിരിക്കും പർച്ചേസ് ഓഫ് ലാൻഡ്? നമ്മൾ ലാൻഡ് പർച്ചേസ് ചെയ്താൽ അത് എന്ത് ചെയ്യും, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ലാൻഡ് കാണിക്കും അല്ലെ. അങ്ങനെ ബാലൻസ് ഷീറ്റ് കാണിക്കുന്നതാണ് ക്യാപിറ്റലൈസ്ഡ് എന്ന് പറയുന്നത് കേട്ടോ. ബാലൻസ് ഷീറ്റിൽ അസറ്റ് കാണിക്കും അല്ലെ, പർച്ചേസ് ഓഫ് ലാൻഡ് ചെയ്യുന്നത്. അപ്പം 1 ബി വരുന്നത് ഏതാ നോക്ക്, ബി ഓപ്ഷന്. നമുക്ക് ബിയും ഡിയും ആയിരുന്നു ഉണ്ടായിരുന്നത്, എയും സിയും നമ്മൾ എലിമിനേറ്റ് ചെയ്തിരുന്നു. ഇപ്പൊ 1 ബി ആണ് നമുക്ക് കിട്ടി, അങ്ങനെ ബി എഴുതാം. ഇത് കണ്ടോ, അതിൽ നമുക്ക് ടൈം പോക്കാതെ നമുക്ക് ചെയ്യാം. പക്ഷെ ഇവിടെ നമുക്ക് ബാക്കിയും കൂടി നോക്കാം കേട്ടോ. ഇങ്ങനെയാണ് എക്സാമിന് മാക്സിമം സ്പീഡിൽ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അടുത്ത കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളിംഗ് ന്യൂ മെഷീനറി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം എന്നായിരുന്നു പറഞ്ഞത്? ആ അസറ്റിന്റെ, അതായത് ഇവിടെ മെഷീനറി ആണ്, അപ്പൊ ആ മെഷീനറിയുടെ കോസ്റ്റിന്റെ കൂടെ കൂട്ടണം അല്ലേ. ഏത് അസറ്റ് ആണോ അവിടെ അസറ്റ് എന്ത് ചെയ്യുന്നതോ വർക്ക് ചെയ്യുന്നത് വരെയുള്ള കോസ്റ്റ് നമ്മൾ ആ അസറ്റിന്റെ കോസ്റ്റുമായിട്ട് കൂട്ടണം എന്ന് പറഞ്ഞില്ലേ. അപ്പം 2C ആഡഡ് ടു അസറ്റ് കോസ്റ്റ്. ഓക്കെ, 2C ആണ് കേട്ടോ. 2C. അടുത്തത് അഡ്വർടൈസ്മെന്റ് ഓഫ്, അത് നമ്മൾ പറഞ്ഞു കിട്ടി. അടുത്ത റിപ്പയറിംഗ് ഓഫ് മെഷീനറി. എന്താ പറയുന്നത്, മെഷീനറി റിപ്പയർ ചെയ്യുന്നത് എന്തായിരിക്കും, ചാർജ്ഡ് ടു P&L അക്കൗണ്ട് ആണ് കേട്ടോ. അത് നമ്മള് മെഷീനറി കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്ത അത് വർക്ക് ചെയ്യുന്നത് വരെയുള്ള കോസ്റ്റ് നമ്മൾ അസറ്റ് കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായില്ലേ? ഇങ്ങനെ വേണം ഇത് കൂട്ട് ക്വസ്റ്റ്യൻസുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഉത്തരം ഏതായിരുന്നു? ബി ആണ് കേട്ടോ, ബി. Statement 1. Capital expenditure is treated as a long-term investment and is charged as an expense in the P&L account, profit and loss account. Statement 2. Revenue expenditure is treated as long-term investment and is charged as expense in the profit and loss account. A പറയുന്നത് statement 1 is correct, statement 2 is false. B പറയുന്നത് statement 1 is false, statement 2 is correct. C, both statements are correct. D, both statements are false. ഏതായിരിക്കും? നമ്മൾ നോക്കാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലേ, ശരിയല്ലേ? ഇവിടെ വരെ ശ്രദ്ധിക്കണേ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എപ്പോഴാണ് വരുന്നത്, അസറ്റ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലേ. നമ്മളൊരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് ലോങ് ടൈമിലേക്ക് വേണ്ടിയല്ലേ, അതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് തന്നെയല്ലേ. ആൻഡ് ഈസ് ചാർജ്ഡ് ആസ് ആൻ എക്സ്പെൻസ് ഇൻ ദ P&L അക്കൗണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ എവിടെയാ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയായിരുന്നു അത്? ബാലൻസ് ഷീറ്റിലാണ് കാണിക്കേണ്ടത്, അല്ലാതെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണോ? അല്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. അതേപോലെ റവന്യൂ എക്സ്പെൻഡിച്ചർ ഇസ് ട്രീറ്റഡ് ആസ് എ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണോ? ഒരിക്കലും അല്ല. ഒരു ബിസിനസിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെൻസ് വരില്ലേ, അതിനെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണോ? അല്ല. അപ്പൊ തന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, false ഇടാം. എന്താണോ, both statements are false. 50D ആണ് ഉത്തരം. ഇവിടെ നോക്കണേ, അതിനുശേഷം പറഞ്ഞാൽ ചാർജ്ഡ് ആസ് ആൻ എക്സ്പെൻസ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അത് ശരിയാണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ചാർജ് ചെയ്യുന്നത്, പക്ഷെ അതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് അല്ല. അപ്പൊ ബോത്ത് സ്റ്റേറ്റ്മെന്റും എന്താണ്, ഫാൾസ് ആണ്. 50D. ഇവിടെ നമ്മള് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്. It is the amount spent on acquiring or improving fixed assets such as land, building, machinery, etc. എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? അസറ്റ് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ അസറ്റ് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് നടത്തുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്ന എമൗണ്ട് ആണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ബെനിഫിറ്റ് ഫോർ മോർ ദാൻ വൺ അക്കൗണ്ടിംഗ് പീരീഡ്. അത് ശരിയല്ലേ? കാരണം നമ്മളൊരു അസറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു വർഷത്തേക്ക് വേണ്ടിയാണോ? അല്ല. അതിന്റെ ബെനിഫിറ്റ് ഇപ്പൊ ഒരു മെഷീനറി വാങ്ങിയ ഒരു എന്താ പറയുക, ഒരു 10 വർഷത്തേക്ക് ഉണ്ടാകും അല്ലേ, അത്രയും നീണ്ട വർഷത്തേക്ക് ഉണ്ടാകും. അതൊരു വർഷത്തേക്ക് വേണ്ടി മാത്രമാണോ? അല്ല. മോർ ദാൻ വൺ അക്കൗണ്ടിംഗ് പീരീഡ്. എക്സാമ്പിൾ എന്താണ്? പർച്ചേസ് ഓഫ് മെഷീനറി, കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്,
ബിൽഡിംഗ് ഇൻസ്റ്റാളേഷൻ ചാർജ്, ഒരു മെഷീനറി അല്ലെങ്കിൽ എന്തെങ്കിലും അസറ്റുകൾ വാങ്ങുന്നത്, ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇൻസ്റ്റാളേഷൻ ചാർജ് നമ്മൾ പറഞ്ഞിരുന്നു, അസറ്റിന്റെ കൂടെ ക്യാപിറ്റലൈസ് ചെയ്യണം, അസറ്റ് കോസ്റ്റിന്റെ കൂടെ ക്യാപിറ്റലൈസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇറ്റ് ഈസ് ദ എമൗണ്ട് സ്പെൻഡ് ഓൺ ഡേ ടു ഡേ ഓപ്പറേഷൻ ഓഫ് ദ ബിസിനസ്. എന്താണ്? ബിസിനസിന്റെ ഡേ ടു ഡേ ഓപ്പറേഷന് വേണ്ടി നമ്മൾ ചെലവാക്കുന്ന എമൗണ്ട് ആണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ദ ബെനിഫിറ്റ് ഓഫ് സച്ച് എക്സ്പെൻഡിച്ചർ ഇസ് ലിമിറ്റഡ് ടു ദി കറന്റ് അക്കൗണ്ടിംഗ് പീരീഡ്. ഡേ ടു ഡേ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവാക്കുന്ന എക്സ്പെൻസ്, അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ആ അക്കൗണ്ടിംഗ് പീരീഡിലല്ലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കുറെ കാലത്തേക്ക് നിൽക്കുവോ? ഇല്ല, ഒരിക്കലും ഇല്ല അല്ലെ. അതിന്റെ എക്സാമ്പിൾ ആണ് റെന്റ്, വേജസ്, റിപ്പയേഴ്സ്, ഇലക്ട്രിസിറ്റി, സ്റ്റേഷനറി ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. അതായത് ഈ മാസം നമ്മൾ റെന്റ് കൊടുത്തു അല്ലെ, അതുകൊണ്ട് ആ മാസം നമുക്ക് ബിൽഡിംഗ് ഉപയോഗിക്കാം അല്ലെ. നമ്മുടെ കറന്റ് അക്കൗണ്ടിംഗ് പീരീഡിൽ മാത്രമേ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. ഈ ക്വസ്റ്റ്യന്റെ കോഡ് 175/24 ആണ് കേട്ടോ. വായിക്കട്ടെ. The accounting concept which assumes the proprietor as credited to the extent of his capital is A. going concern, B. business entity concept, C. dual concept, D. cost. ഏതായിരിക്കും? ഇത് ഉറപ്പല്ലേ? ഏതാണ്? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് അല്ലേ? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്താ പറയുന്നത്? ഇവിടെ നോക്കിയോ. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്താ പറയുന്നേ? Business is treated as separate from its owner. ബിസിനസ് വേറെ, ഓണർ വേറെ. അതുകൊണ്ട് തന്നെ ബിസിനസ്സിനെ എന്താകും? ബിസിനസ് ഓണറിനെ എന്തായി കാണും? ഒരു ക്രെഡിറ്റർ ആയിട്ടാണ് കാണുന്നത്. ഓണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ ബിസിനസിനെ സംബന്ധിച്ച് എന്താണ്? അതൊരു ലാബിലിറ്റി ആണ് അല്ലെ. ഇന്റേണൽ ലാബിലിറ്റി അങ്ങനെ പറയും. അതായത് ബിസിനസിനെ സംബന്ധിച്ച് ഓണർ ഒരു ക്രെഡിറ്റർ ആണ്. ഓക്കെ, അത് ഏത് കൺസെപ്റ്റ് പ്രകാരമാണ്? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം. അടുത്തത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്താ പറയുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. ബിസിനസ് എത്ര നാൾ ഉണ്ടാകും? ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് അതിന്റെ ഓപ്പറേഷൻ ഉണ്ടാകും എന്ന് പറയുന്നതാണ് ഗോയിങ് കൺസെപ്റ്റ്. അടുത്തത് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. എവറി ട്രാൻസാക്ഷൻ ഹാസ് ടു എഫക്ട്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, കീപ്പിംഗ് ദി അക്കൗണ്ടിംഗ് ഇക്വേഷൻ ബാലൻസ്ഡ്. അക്കൗണ്ടിംഗ് ഇക്വേഷൻ ബാലൻസ് ചെയ്തത് ഏത് കൺസെപ്റ്റ് പ്രകാരമാണ്? ഡ്യുവൽ ആസ്പെക്ട്. അതായത് എല്ലാ ട്രാൻസാക്ഷനും രണ്ട് എഫക്ട് ഉണ്ട് അല്ലെ. ഡെബിറ്റ്, ക്രെഡിറ്റ് തുടങ്ങിയ രണ്ട് എഫക്ട് ഉണ്ട് എന്ന് പറയുന്നതാണ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. അടുത്ത കോസ്റ്റ് കൺസെപ്റ്റ്. അസറ്റ്സ് ആർ റെക്കോർഡഡ് അറ്റ് ദർ ഒറിജിനൽ പർച്ചേസ് പ്രൈസ് അല്ലേ. അത് നമ്മൾ പറഞ്ഞതാ അല്ലെ. അസറ്റ് എന്ത് ചെയ്യണം? അവരുടെ ഒറിജിനൽ പർച്ചേസ് പ്രൈസിൽ വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. പ്രിലിമിനറി എക്സ്പെൻസസ് ആർ ആൻ എക്സാമ്പിൾ ഓഫ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ബി റവന്യൂ എക്സ്പെൻഡിച്ചർ, സി ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ഡി നൺ ഓഫ് ദിസ്. ഏതായിരിക്കും? പ്രിലിമിനറി എക്സ്പെൻസ് ഏതാണ്? ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. കാരണം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്? സ്പെൻഡിങ് ഓൺ അസറ്റ് ദാറ്റ് ഗിവ് ബെനിഫിറ്റ്സ് ഫോർ സെവറൽ ഇയേഴ്സ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാങ്ങുന്നു. അതിന്റെ ബെനിഫിറ്റ് സെവറൽ ഇയേഴ്സിന്, അതായത് മോർ ദാൻ വൺ അക്കൗണ്ടിംഗ് പീരീഡ്, ഒത്തിരി നാളത്തേക്ക് നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നു. ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ സ്പെൻഡിങ് ഫോർ ഡേ ടു ഡേ ഓപ്പറേഷൻ ഓർ മെയിൻ്റനൻസ്. ഒരു ബിസിനസിന്റെ ഡേ ടു ഡേ ഓപ്പറേഷനോ അല്ലെങ്കിൽ മെയിൻ്റനൻസിനോ മറ്റും ചെലവാക്കുന്ന എമൗണ്ട് ആണ് റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലെ. ഈ പ്രിലിമിനറി എക്സ്പെൻസ് അതിൽ രണ്ടിലേതിലും പെടുവോ? അടുത്ത ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ലാർജ് എക്സ്പെൻസ് ഹൂസ് ബെനിഫിറ്റ് ലാസ്റ്റ് ഫോർ എ ഫ്യൂ ഇയേഴ്സ്, റിട്ടേൺ ഓഫ് ഗ്രാജുവലി അല്ലേ. പ്രിലിമിനറി എക്സ്പെൻസ് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് വന്നിരിക്കുന്ന എക്സ്പെൻസുകൾ, അത് ഒറ്റയടിക്ക് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അതിനെ നമ്മൾ പകരം എന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റില് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന ഇതില് പ്രിലിമിനറി എക്സ്പെൻസിനെ കാണിക്കും. അതിനുശേഷം ഓരോ വർഷവും ഒരു നിശ്ചിത എമൗണ്ട് അല്ലെങ്കിൽ എന്താ പറയാ, ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? റൈറ്റ് ഓഫ് ചെയ്യും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്ന് റൈറ്റ് ഓഫ് ചെയ്യും. ഇതാണ് പ്രിലിമിനറി എക്സ്പെൻസിൽ നടക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. എന്താ? പ്രിലിമിനറി എക്സ്പെൻസ്. അടുത്ത ക്വസ്റ്റ്യന്റെ കോഡ് 99/24 ആണ് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ ചാർജിംഗ് ഓഫ് ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ മണി മെഷർമെന്റ് കൺസെപ്റ്റ്, ബി കോസ്റ്റ് കൺസെപ്റ്റ്, സി ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്, ഡി കോസ്റ്റ് ഓഫ് കൺസർവേറ്റിസം. ഇവിടെ നമുക്കിപ്പോ ഇനി അഥവാ എക്സാമിന് ചോദിക്കും നമുക്ക് സംഭവം കത്തിയിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാവോ? ഈ ഏതെങ്കിലും ഓപ്ഷനിലെ കൺസെപ്റ്റ് നമുക്ക് അറിയാമെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. ഡ്യുവൽ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഡ്യുവാലിറ്റി അല്ലെ, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് പറയുന്നത്. അത് ഡിപ്രീസിയേഷനുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല, കട്ട് ചെയ്യുക. കൺസർവേറ്റീവ്സ് എന്താ പറയുന്നത്? അസറ്റ് ലോസസിനെ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യും. പക്ഷെ എന്താ,
പ്രോഫിറ്റിനെ എടുക്കില്ല അല്ലേ, അതല്ലേ പറയുന്നത്. അപ്പൊ അതും കട്ട് ചെയ്യും. ഇവിടെ ഡിപ്രീസിയേഷൻ വെച്ചാൽ ഒരു ലോസ് ആണോ? അല്ല. അടുത്ത മണി മെഷർമെന്റ് കൺസെപ്റ്റ്. ഓൺലി മോണിറ്ററി ടേമിലുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ അസറ്റ് അല്ല റെക്കോർഡ് ചെയ്യൂ എന്ന് പറയുന്നതാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ്. അവിടെ അത് വരുമോ? ഇല്ല. ഇതിന്റെ ആൻസർ ആയിട്ട് ഈ എന്താ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബി കോസ്റ്റ് കൺസെപ്റ്റ് ആണ്. ഒന്ന് ബി കോസ്റ്റ് കൺസെപ്റ്റ് ആണ്. ശരിക്കും ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ ഒറിജിനലി മാച്ചിങ് കൺസെപ്റ്റുമായിട്ട് റിലേറ്റിംഗ് ആയിട്ടുള്ള സാധനമാണ് ചാർജിങ് ഓഫ് ഡിപ്രീസിയേഷൻ. അതേപോലെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ആണ് വരുന്നതെങ്കിൽ കൺസർവേറ്റിസത്തിലേക്ക് വരും. കാരണം നമ്മളൊരു ഡിപ്രീസിയേഷൻ പ്രൊവിഷൻ കൊടുക്കുന്നത് അല്ലേ, അവിടെ ഒരു എന്താ പറയുന്നത് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത്, ഭാവിയിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊവിഷൻ കൊടുക്കുന്നതെല്ലാം അല്ലേ, അത് കൺസർവേറ്റിസം ബേസ്ഡ് ആണ്. ഈ ചാർജിങ് ഓഫ് ഡിപ്രീസിയേഷൻ ഏറ്റവും കൂടുതൽ പോസിബിൾ ആകുന്നത് മാച്ചിങ് കൺസെപ്റ്റുമായിട്ടാണ് കേട്ടോ. അതായത് ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങി ഈ വർഷം ഒരു റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ആ അസറ്റിന്റെ എത്ര പോർഷൻ ഉപയോഗിച്ചു അല്ലേ, ആ പോർഷൻ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റും ഡിപ്രീസിയേഷൻ ആയിട്ട്. അങ്ങനെ അത് മാച്ചിങ് കൺസെപ്റ്റുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. അതേപോലെ ഗോയിങ് കൺസേൺ ആയിട്ട് ബന്ധമുണ്ട്. എന്തുകൊണ്ട്? ബിസിനസ് എന്താ പറഞ്ഞ ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് അസറ്റിനെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഫുൾ എമൗണ്ട് വെച്ച് കാണിച്ച് ബാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോന്നായിട്ട് കുറയ്ക്കുന്നു. അതേപോലെ കോസ്റ്റ് കൺസെപ്റ്റും ആയിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിലെ അസറ്റ് കോസ്റ്റിലാണ് നമ്മൾ പർച്ചേസ് ചെയ്ത ഒറിജിനൽ കോസ്റ്റിൽ റെക്കോർഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്താ പറയുക നിശ്ചിത എമൗണ്ട് പിയാനിലേക്ക് മാറ്റുന്നു. ഇവിടെ ആൻസർ കീയിൽ കോസ്റ്റ് കൺസെപ്റ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണേ. ഈ മണി മെഷർമെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓൺലി ട്രാൻസാക്ഷൻസ് മെഷറബിൾ ഇൻ മണി ആർ റെക്കോർഡഡ് അല്ലേ, മോണിറ്ററി ടേംസിൽ അളക്കാൻ പറ്റുന്നത് മാത്രമേ റെക്കോർഡ് ചെയ്യാവുള്ളൂ. കോസ്റ്റ് കൺസെപ്റ്റ് അസറ്റ് ആർ റെക്കോർഡ് അറ്റ് ദർ ഒറിജിനൽ പർച്ചേസ് പ്രൈസ്. അസറ്റ് പർച്ചേസ് ചെയ്ത ഒറിജിനൽ പ്രൈസിലാണ് അസറ്റ് റെക്കോർഡ് ചെയ്യേണ്ടത്. അടുത്തത് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. എവറി ട്രാൻസാക്ഷൻ ഹാസ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എഫക്ട് അല്ലേ, ഡെബിറ്റ് ക്രെഡിറ്റ് എഫക്ട് വരുന്നതാണ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. കൺസർവേറ്റീവ്സ് നമ്മൾ പറഞ്ഞു നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. പ്രൂഡൻസ് എന്താ പറയുന്നത്, എക്സ്പെക്ടഡ് ലോസസിനെ നമ്മൾ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. പക്ഷെ എക്സ്പെക്ടഡ് ഗെയിൻസിനെ നമ്മൾ ചെയ്യുവോ? ഇല്ല. അതേപോലെ എന്താ പറഞ്ഞത്, എല്ലാ പോസിബിൾ ലോസസും നമ്മൾ എന്ത് ചെയ്യും, കാണിച്ചിരിക്കും. പക്ഷെ അതേപോലെ എന്താ പറയുക പ്രോഫിറ്റിനെ കാണിക്കുവോ? ഇല്ല. ഇതാണ് കൺസെപ്റ്റ് ഓഫ് കൺസർവേറ്റിസത്തിൽ പറയുന്നത്. അടുത്തത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. AS2 deals with A. revenue recognition, B. cash flow statement, C. valuation of inventory, D. accounting for fixed asset. ഏതാണ് ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. അതായത് വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററി. ഇനി AS9 ആണ് റവന്യൂ റെക്കഗ്നേഷൻ. എപ്പോഴാണ് നമ്മൾ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതാണ് AS2. specify when and how revenue from sales of services should be recognized in accounts. എപ്പോഴാണ് എങ്ങനെയാണ് റവന്യൂവിനെ റെക്കഗ്നൈസ് ചെയ്യുക എന്ന് പറയുന്നതാണ്. AS3 cash flow statement അല്ലെ, explain preparation of cash flow statement showing inflow and outflow of cash and cash equivalent. അതായത് ഒരു cash flow statement പ്രിപ്പയർ ചെയ്തതിനെ കുറിച്ചാണ് AS3 പറയുന്നത്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് പറയുന്നത്. അടുത്ത AS2 എപ്പോഴും റിപ്പീറ്റഡ് ആണ്. വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററി ശ്രദ്ധിക്കണം. കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ whichever is lower. ഈ വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് വെച്ചാൽ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ whichever is lower ആണ് അത് റെക്കോർഡ് ചെയ്യേണ്ടത്. അടുത്ത AS10 എന്ന് പറയുന്നത് എന്താണ്, അക്കൗണ്ട് ഫോർ ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റുമായിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു. അതേപോലെ എന്താ പറയുക ഡിപ്രീസിയേഷനെ നമ്മൾ AS6 നിന്ന് 10 മെർജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറയുന്നത് എവിടെയാണ്, AS10 അടുത്ത ക്വസ്റ്റ്യൻ, പ്രീപെയ്ഡ് സാലറി ഈസ് A. an income, B. an asset, A. liability, C. liability, D. none of this. ഏതായിരിക്കും പ്രീപെയ്ഡ് എക്സ്പെൻസ്? നമ്മൾ എവിടെ പ്രീപെയ്ഡ് സാലറി പ്രീപെയ്ഡ് എക്സ്പെൻസ് നമ്മൾ എവിടെ കാണിക്കും അല്ലേ, ബാലൻസ് ഷീറ്റിൽ കാണിക്കില്ലേ, അസറ്റ് സൈഡിൽ കാണിക്കില്ലേ. കാരണം ഓൾറെഡി നമ്മൾ അത് എന്ത് ചെയ്യുന്നു, എന്താ പറയാ പ്രീപെയ്ഡ് ആയിട്ട് നമ്മൾ അടച്ചു കഴിഞ്ഞു സാലറി അല്ലേ. അപ്പൊ അത് നമ്മൾ ഇവിടെ അസറ്റ് സൈഡിൽ കാണിക്കും. പിന്നെ ഇൻകം ഇതിനെ കുറിച്ച് കൂടുതൽ പറയാനില്ല. ഇത് വെറും എന്താ പറയുക നല്ല ബേസിക് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, മാനേജ്മെന്റ് ഇസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് ഡിഫൈൻഡ് ബൈ JD മോണി, പീറ്റർ ഡ്രക്കർ, മേരി പാർക്കർ ഫോൾട്ട്, WG സ്കോട്ട്. ആരായിരിക്കും ഇങ്ങനെ പറഞ്ഞത്? മേരി പാർക്കർ ഫോൾട്ട് ആണ് കേട്ടോ. 32 C ആണേ.
മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനേജ്മെന്റ് ഇസ് പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിംഗ് റിസോഴ്സസ് ടു അച്ചീവ് ഓർഗനൈസേഷൻ ഗോൾ എഫിഷ്യൻലി ആൻഡ് എഫക്റ്റീവ്ലി. ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന കുറെ പ്രോസസ്സുകൾ എന്തൊക്കെയാണ്? നമ്മൾ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി അത് പ്ലാൻ ചെയ്യും, പ്രോപ്പർ ആയിട്ട് ഓർഗനൈസ് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും? ഡയറക്ഷൻസ് കൊടുക്കും, പിന്നെ കൺട്രോൾ ചെയ്യും, അല്ലെ? അങ്ങനെ കുറെ പ്രോസസ്സാണ് മാനേജ്മെന്റിൽ നടക്കുന്നത്, അല്ലെ? അതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. മാനേജ്മെന്റ് ഇസ് ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മാനേജ്മെന്റ് എന്ന് വെച്ചാല് മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നു. അത് പറഞ്ഞത് മേരി പാർക്കർ ഫോൾട്ട് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ TQM നെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലെങ്കിലും അതിന്റെ ഫുൾ ഫോം പറഞ്ഞിട്ടുണ്ടായിരുന്നു. TQM സ്റ്റാൻഡ്സ് ഫോർ എ ട്രഡീഷണൽ ക്വാളിറ്റി മാനേജ്മെന്റ്, B total quality management, C total quality maintenance, D total quality manager. ഏതാണ് ഉത്തരം? ഏതാണ്? 31 total quality management. TQM എന്ന് വെച്ചാൽ എന്താണ്? Total quality management. TQM is a management approach focused on continuous improvement in all aspects of an organization, emphasizing customer satisfaction, teamwork and quality in products and processes. TQM എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ഓർഗനൈസേഷന്റെ എല്ലാ ആസ്പെക്റ്റിലും ഒരു ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരിക, അല്ലെ? ടോട്ടൽ ക്വാളിറ്റി, അല്ലെ? മൊത്തത്തില് അവിടെ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരുന്നതിനെയാണ് TQM എന്ന് പറയുന്നത് കേട്ടോ. അവിടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നോക്കും, ടീം വർക്ക്, പിന്നെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, അങ്ങനെ മൊത്തത്തിൽ നോക്കുന്നതാണ്. അതായത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഓർത്തിരിക്കണം, TQM ഫുൾ ഫോം ചോദിക്കലുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹ്യൂമൻ ബിഹേവിയർ സ്കൂൾ വാസ് കോൺട്രിബ്യൂട്ടഡ് ബൈ L. Urwick, B. Harold Kuntz, C. Elton Mayo, D. Peter Drucker. ഏതാണ്? ഇത് നമ്മൾ പറഞ്ഞ് ഇതായതായിരുന്നു അല്ലേ? നേരത്തെ ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ഏതാണ്? എൽട്ടൺ മായോ ആണ് ഉത്തരം കേട്ടോ. ഹ്യൂമൻ ബിഹേവിയർ സ്കൂൾ ആരാണ്? എൽട്ടൺ മായോ. ഹ്യൂമൻ ബിഹേവിയർ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് focuses on understanding human behavior, motivation, leadership and interpersonal relationship in organization to improve productivity and employee satisfaction. എന്താ പറയുന്നത്? ഈ ഹ്യൂമൻ ബിഹേവിയർ സ്കൂളിൽ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? അതായത് ഒരു ഹ്യൂമൻ ബിഹേവിയർ, അവിടെ ഹ്യൂമനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, പിന്നെ അതേപോലെ പേഴ്സണൽ റിലേഷൻഷിപ്പ്, അല്ലെ? ഓർഗനൈസേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനും ഒപ്പം അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷനും വേണ്ടിയിട്ടും കൂടിയാണ്. കീ ഫീച്ചേഴ്സ് പീപ്പിൾ സെന്റേർഡ് അപ്രോച്ച് ആണ്, അല്ലെ? അത് പേര് തന്നെ കേട്ടാ തെറ്റിയില്ലേ? ഹ്യൂമൻ ബിഹേവിയർ സ്കൂൾ ഓഫ് മാനേജ്മെന്റ്. അതായത് അവിടുത്തെ എംപ്ലോയീസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. എംഫസൈസ് ഓൺ മോട്ടിവേഷൻ ആൻഡ് മോറൽ. അവിടെ എന്ത് പറയുന്നത്? കൂടുതൽ ഇത് കൊടുക്കുന്നത് എന്തിനാണ്? മോട്ടിവേഷന്, അല്ലെ? എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് കൂടുതൽ പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരും, അല്ലെ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ടീച്ചർ ഉണ്ടെങ്കിൽ എന്താ പറയുക, ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റുഡൻസ് എന്ത് ചെയ്യും? ആ സബ്ജക്ട് നന്നായിട്ട് പഠിക്കും, അല്ലെ? മോട്ടിവേഷൻ അത്രയ്ക്കും പവർ ഉണ്ട്, അവിടെ പ്രൊഡക്ടിവിറ്റി കൂട്ടും. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അല്ലെ? ലീഡർഷിപ്പ്, ലീഡർ ഒരു നല്ല പ്രോപ്പർ ലീഡർഷിപ്പ് കൊടുക്കുന്നതിനെ കുറിച്ച്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച്. എൻകറേജ്മെന്റ് ഓഫ് ടീം വർക്ക് ആൻഡ് പാർട്ടിസിപ്പേഷൻ. എവിടെയും എന്ത് ചെയ്യണം? ഒരു ഓർഗനൈസേഷൻ ടീം വർക്കിന്റെ ഇമ്പോർട്ടൻസ് അത്രമാത്രം പ്രധാനമാണ്, അല്ലെ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുക. അണ്ടർസ്റ്റാൻഡിങ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. ഇത്രയുമൊക്കെയാണ് കീ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എന്തിന്റെ? ഹ്യൂമൻ ബിഹേവിയർ സ്കൂൾ ഓഫ് മാനേജ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ 108/23 According to this accounting principle, the inventory is valued at the cost price or market price, whichever is less. ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ് ഇൻവെന്ററിയെ ഇങ്ങനെ എന്താ നമ്മൾ പറഞ്ഞായിരുന്നു, അല്ലേ? AS2 എന്താ പറഞ്ഞ? കോസ്റ്റ് പ്രൈസ് ഓർ നെറ്റ് റിയലൈസബിൾ പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ്, whichever is less. ഇതിൽ ഏറ്റവും കുറവ് ഏതാണോ അതിൽ ഇൻവെന്ററി റെക്കോർഡ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇത് ഏത് പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. A. Materiality principle, B. Conservatism, C. Consistency, D. Matching. ഏതാണ് ഉത്തരം? കൺസർവേറ്റിസം. കാരണം എന്താണ്? അതായത് ഇവിടെ കൺസർവേറ്റിസത്തിൽ എന്താ പറഞ്ഞത്? നമ്മൾ അസറ്റിനെ ഒന്നും ഒരിക്കലും, അസറ്റ് എന്നല്ല, ഈ സ്റ്റോക്കർ അസറ്റ് ആണല്ലോ, കൂടുതൽ വാല്യൂവിൽ കാണിക്കാൻ ഒരിക്കലും പാടില്ല. അതായത് ഏറ്റവും കുറഞ്ഞ വാല്യൂവിലാണ് കാണിക്കുന്നത്, അല്ലെ? കോസ്റ്റ് പ്രൈസോ മാർക്കറ്റ് പ്രൈസോ ഏതാണോ കുറവ് അതിലാണോ, അത് ഓവർ സ്റ്റേറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെ? അസറ്റ് അങ്ങനെ ഓവർ സ്റ്റേറ്റ് ചെയ്ത് കാണിക്കാൻ പാടില്ല.
അതാണ് കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ പ്രകാരമാണ് എന്ത് ഇൻവെന്ററിയെ നമ്മൾ ഇങ്ങനെ വാല്യൂ ചെയ്യുന്നത്. ഇനി ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ എന്താണ്? സിഗ്നിഫിക്കന്റ് ഇൻഫർമേഷൻ മാത്രമേ നമ്മൾ ബുക്കിൽ റെക്കോർഡ് ചെയ്യാവുള്ളൂ. കൺസർവേറ്റിസം ഓർ പ്രൂഡൻസ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? നമ്മള് പ്രോഫിറ്റിനെ ഒന്നും ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല, പക്ഷെ എല്ലാ പോസിബിൾ ലോസസിനെ ആന്റിസിപ്പേറ്റ് ചെയ്യും അല്ലേ? അതേപോലെ നമ്മൾ പ്രോഫിറ്റിനെ എന്താ പറഞ്ഞാൽ ഓവറായിട്ട് കാണിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇൻവെന്ററിയെ നമ്മൾ ഏറ്റവും കുറഞ്ഞ വാല്യൂവിൽ തന്നെ റെക്കോർഡ് ചെയ്യുന്നത്. അത് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? യൂസ് ദ സെയിം അക്കൗണ്ടിംഗ് മെത്തേഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾ ഫ്രം പീരിയഡ് ടു പീരിയഡ് ഫോർ കമ്പാരബിലിറ്റി. നമ്മുടെ ബിസിനസ് ഒരു അക്കൗണ്ടിംഗ് മെത്തേഡ് ഫോളോ ചെയ്താൽ അത് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യണം അല്ലേ? അതായത് ഒരു വർഷം ഇന്നത് ഫോളോ ചെയ്തു അടുത്ത വർഷം വേറെ ഫോളോ ചെയ്യുക, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഒരിക്കലും ഇല്ല. കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യണം എന്ന് പറയുന്നതാണ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. അടുത്തത് മാച്ചിങ് പ്രിൻസിപ്പിൾ. ഓൾറെഡി പറഞ്ഞു, എക്സ്പെൻസസ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദ സെയിം പീരീഡ് ആസ് ദ റവന്യൂ ദേ ഹെൽപ് ടു ജനറേറ്റ്. ഒരു റവന്യൂ ഉണ്ടാക്കാൻ സഹായിക്കുന്ന എല്ലാ എക്സ്പെൻസും ഒരു പീരീഡില് ഒരു അക്കൗണ്ടിംഗ് പീരീഡിൽ റവന്യൂ ഉണ്ടാക്കാൻ സഹായിക്കുന്ന എല്ലാ എക്സ്പെൻസും ആ അക്കൗണ്ടിംഗ് പീരീഡിൽ തന്നെ റെക്കോർഡ് ചെയ്യണം. അതാണ് എക്സ്പെൻസും റവന്യൂ ആയിട്ട് ഒരു മാച്ചിങ് ഉണ്ടാവണം. ഇതാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 25 റിലേറ്റഡ് ടു എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ബി ഡിപ്രീസിയേഷൻ അക്കൗണ്ട്, സി ഇൻടാഞ്ചിബിൾ അസറ്റ്, ഡി ഇന്റീരിയർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഏതാണ്? ഇവിടെയൊക്കെ നമ്മൾ ഓപ്ഷൻസുകൾ ചെക്ക് ചെയ്തിട്ട് ആക്കാൻ ശ്രമിക്കണം. ഡിപ്രീസിയേഷൻ നമുക്ക് അറിയായിരുന്നു അല്ലേ? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുറെ ഇങ്ങനെ പഠിക്കാൻ നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. അപ്പൊ അതൊക്കെ എലിമിനേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അടുത്ത ഓപ്ഷനിലേക്ക് വരാൻ. ഇവിടെ AS 25 പറയുന്നത് ഏതാണ്? ഇന്റീരിയർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനെ കുറിച്ചാണ് കേട്ടോ. ഇനി നമുക്ക് മറ്റേത് ഓരോന്നായിട്ട് നോക്കാം. AS 3 പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് AS 6 ആയിരുന്നു, പക്ഷെ അതിപ്പോ മെർജ് ചെയ്തിട്ട് എങ്ങോട്ട് പോയിട്ടുണ്ട്? AS 10 ഫിക്സഡ് അസറ്റിന്റെ ഇതിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ AS 26 ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റിനെ കുറിച്ച് പറയുന്നത് എവിടെയാണ്? AS 26 കേട്ടോ. ഇത് ഈ ലിസ്റ്റ് ഓർത്തിരിക്കണേ. What is contingency theory in management? A. The idea that the best management approach depends on the situation. B. The idea that management practices should be standardized across all organizations. C. The idea that management practices should be passed on personal experience and intuition. D. The idea that management practices should be based on empirical research. ഏതാണ് ഉത്തരം? ഓപ്ഷൻ A ആണ് കേട്ടോ. കാരണം നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നത്. Contingency theory in management states that there is no one best way to manage. The most effective management style or organizational structure depend on the specific situation, including internal and external factors. അതായത് ഒരു ഓർഗനൈസേഷന്റെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്തിട്ട് നമ്മുടെ ഓർഗനൈസേഷന്റെ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാനേജ്മെന്റിലെ തിയറീസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അല്ലെ എന്താ പറയുന്നത്? അതിനനുസരിച്ചാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു പ്രോബ്ലത്തിന് ഇതാണ് നിശ്ചിത സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫിക്സഡ് സൊല്യൂഷൻ നമ്മൾ വെക്കുന്നില്ല. നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? എന്താ പറയുന്നത്? പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൊണ്ടുവരുന്നു. ഇറ്റ് എംഫസൈസ് ഫ്ലെക്സിബിലിറ്റി അല്ലേ? അതായത് ഇവിടെ സിറ്റുവേഷൻ അനുസരിച്ച് കാര്യങ്ങൾ മാറുന്നതുകൊണ്ട് അതൊരു ഫ്ലെക്സിബിൾ ആണ് അല്ലേ? അല്ലാതെ ഒരു ഫിക്സഡ് സാധനം ഫിക്സഡ് റൂൾ കൊണ്ടുവന്നിട്ട് ഇന്നത് മാത്രം ചെയ്താലേ ഈ പ്രോബ്ലം മാറുള്ളൂ എന്ന് പറയാൻ പാടില്ല. അല്ല പറയാൻ പറ്റില്ല അല്ലേ? നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുവരുന്നു. അതുകൊണ്ട് അവിടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ആൻഡ് അഡാപ്റ്റിംഗ് മാനേജ്മെന്റ് പ്രാക്ടീസസ് ടു ഫിറ്റ് സർക്കംസ്റ്റാൻസസ്. നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ മാനേജ്മെന്റിനെ അഡാപ്റ്റ് ചെയ്യുന്നു. ഇതാണ് കണ്ടിജൻസി തിയറി ഇൻ മാനേജ്മെന്റിൽ പറയുന്നത്. സോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കാം. ഒരു ചെറിയ പാർട്ടും കൂടി ഉണ്ടാകും കേട്ടോ. ഇനി കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത പാർട്ടിൽ ചെയ്യാം കേട്ടോ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താ പറയുന്നത്? പഠനത്തിന് മടിയൊന്നും കാണിക്കാതെ നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മുടെ റിസൾട്ട് വരുന്ന ദിവസത്തെ ഓർത്തുകൊണ്ട് എപ്പോഴും നല്ല രീതിയിൽ പഠിക്കാനിരിക്കുക, എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. അതുവരെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണും വരെ എല്ലാവരും എന്താ പറയുക, സന്തോഷമായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക കേട്ടോ. താങ്ക് യു.